നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും. ഇത് നിങ്ങളുടെ ലോകമാണ്. അതിനെ സ്വയം രൂപപ്പെടുത്തുക. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും. അതിന് അവസരം നൽകരുത്. അസംബന്ധം എന്ന് കരുതുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അസാധ്യമായത് കൈവരിക്കാൻ കഴിയൂ. ഒരു ചിരിയോടു കൂടി സ്വീകരിക്കുക. അതിന് പിന്നാലെ സത്യം വരുന്നുണ്ട്. അതിനുള്ള മറുപടി പറയുക. നുണകൾക്ക് സത്യത്തെ മറച്ചുപിടിക്കാൻ കഴിയും, മാറ്റി നിർത്താൻ കഴിയില്ല. നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ്. നിങ്ങളുടെ അത്യാഗ്രഹത്തിനായി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഫലപ്രദമാകില്ല. ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണുപോയവർക്കും ഒരു കൈത്താങ്ങ് നൽകുക. ഒരു പക്ഷേ ഈ ജീവിതയാത്രയിൽ അവരായേക്കാം നമുക്ക് കൂട്ടിന് ഉണ്ടാവുക. നല്ല ഓർമ്മകളും നല്ല ചിന്തകളും സന്തോഷവും സ്നേഹവും ഒക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള പളുങ്കുപാത്രമാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിൽ അസൂയയും ദേഷ്യവും വെറുപ്പും സൂക്ഷിക്കാനുള്ള ചവറ്റുകൊട്ടയല്ല നമ്മുടെ മനസ്സ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുക. മറ്റൊരാളിൽ നിന്നും യഥാർത്ഥ സ്നേഹം ആഗ്രഹിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ആരോടും പിണങ്ങിയിരിക്കരുത്. പെട്ടെന്നൊരു നിമിഷം വിളിച്ചാൽ കേൾക്കാത്ത ലോകത്തേക്ക് അവർ പോയി കഴിഞ്ഞാൽ ജീവിതാന്ത്യം വരെ ആ പിണക്കം ഹൃദയത്തെ നിങ്ങളെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആരോടും നിങ്ങൾ പിണങ്ങിയിരിക്കരുത്. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കാൻ ശ്രമിക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടുന്നതാണ്. സ്ഥിരത എന്ന ഗുണം പോലെ വിജയത്തിന് അത്യന്താപേക്ഷിതമായ മറ്റൊന്നില്ല. സ്ഥിരതയോടുള്ള പ്രവർത്തനം പ്രകൃതി നിയമങ്ങളെപ്പോലും മറികടക്കുന്നു. ഒരു മരത്തിൻ്റെ ജീവൻ അതിൻ്റെ വേരുകളിലാണ്, ഭംഗിയുള്ള പൂക്കളിൽ അല്ല. അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെ അല്ല, നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും. ഇത് ജീവിതമാണ്. ബഹുജനങ്ങൾ പലവിധമാണ്. ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു. ഉള്ളു തുറന്നിട്ടും ഉള്ളറിയാത്തവരുണ്ട്. ഉള്ളത് പറഞ്ഞിട്ടും ഉള്ളു കാണാത്തവരുണ്ട്. ഉള്ളൊരുക്കിയിട്ടും ഉൾക്കൊള്ളാത്തവരുമുണ്ട്. അതാണ് മനുഷ്യർ. പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത്. കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല. ഒരു വടിയൂനി നിങ്ങൾ അതിന് പിന്നാലെ പോവുക തന്നെ വേണം. പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും. വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും. മൂഢന്മാർ അത് വിശ്വസിക്കും. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. 1000 തിരികൾ ഒരുമിച്ച് തെളിയിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ്. മനസ്സിലും അതുപോലെ തന്നെ ജീവിതത്തിലും ഇരുട്ട് തന്നെ. ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗികതയും കാത്തുസൂക്ഷിക്കണം. എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്തു സ്പർശിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തുക. നിങ്ങളെ ചതിക്കുന്നവർ, അപമാനിക്കുന്നവർ, അവഗണിക്കുന്നവർ, ഒഴിവാക്കുന്നവർ എന്നിവരെ അകറ്റി നിർത്തുക. നല്ല ചിന്തയാൽ ഉണരുക. ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക. ഒരു ചെറുപുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക. തോറ്റു പോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ടു പോകുക. നിഷ്കളങ്കമായ മനുഷ്യർ വിഡ്ഢികളല്ല. അവർ കരുതുന്നത് എല്ലാവരും അവരെപ്പോലെ തന്നെ നല്ല മനസ്സുള്ളവരാണ് എന്നാണ്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. നമ്മളെക്കാൾ പ്രിയപ്പെട്ടതായി അവർക്ക് മറ്റു പലതും ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നമുക്കുള്ള സ്ഥാനം വെറും പേരിന് മാത്രമായിരിക്കും. സാഹചര്യം അത് നമ്മൾക്ക് മനസ്സിലാക്കി തരുകയും ചെയ്യും.
മറ്റുള്ളവരെക്കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും നമ്മൾ ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും അറിഞ്ഞിരിക്കണം. ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും. അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക. നിങ്ങളെ വശീകരിക്കുന്ന സ്ത്രീകളെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോകും. എല്ലാ മനുഷ്യർക്കും രണ്ടു കഥകളുണ്ടാകും. ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ, അതുപോലെ മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ. ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ക്ഷമ. ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണ് എന്ന് കരുതരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അമിതമായ ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥത കാണിക്കും. ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂട്ട് ആരുമില്ലാതെ ആകുമ്പോൾ. എല്ലാമെന്ന് കരുതിയവർ അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം ഇല്ലാതിരുന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മക്കായി മാത്രം പ്രാർത്ഥിക്കുക. കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ മനസ്സിൻ്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരുന്നതുപോലെ കടന്നു പോകാനും അനുവാദം നൽകുക. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലം കിട്ടിയ പരിചയമോ അല്ല. മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദിയുണ്ടാവണം. കാഴ്ചകളെ വലുതാക്കിയതിന്, മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന്, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന്. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം. കഴിഞ്ഞുപോയ ദിനങ്ങൾ എല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയം. അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല. അതുപോലെ തന്നെ ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല. നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ചു നിൽക്കുക. മറ്റൊരാൾക്ക് വേണ്ടിയും ഒന്നും മാറ്റേണ്ടതില്ല. ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല, മറിച്ച് അറിവ് എവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ള ബോധ്യമാണ്. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അവ കേവലം വാക്കുകൾ ആവാം, പക്ഷേ ചിലർക്ക് അത് പ്രതീക്ഷകൾ ആവാം, അതുപോലെ തന്നെ സ്വപ്നങ്ങളാവാം. പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണാത്മകമായ കണ്ടെത്തലുകളിലും ബുദ്ധിപരമായ നിഗമനങ്ങളിലും എത്തിച്ചേരുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചെന്നിരിക്കുന്നു. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ്. നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നതുപോലെ മറ്റൊരാൾക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുമോ? അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയാമോ? ഒറ്റക്കായ ഒരാൾക്ക് കൂട്ടുനിന്ന് വീണ്ടും അയാളെ ഒറ്റക്കാക്കി പോകുന്നതാണ്. തേഞ്ഞു തീരുമ്പോഴാവും മനസ്സിലാവുക, ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിൽ ആയിരുന്നു നമ്മൾ എന്ന്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ യഥാർത്ഥ അളവുകോൽ അവരുടെ വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും നിമിഷങ്ങളിൽ അല്ല,
മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സാഹചര്യത്തിലും മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലാണ്. ഒരിക്കൽ കൈവിട്ടു പോയെന്ന് കരുതിയ സ്വപ്നങ്ങൾ എല്ലാം ഒരുനാൾ നമ്മെ തേടിയെത്തും. അത്രമേൽ ആഗ്രഹിക്കുമെങ്കിൽ, അത്രമേൽ പരിശ്രമിക്കുമെങ്കിൽ മാത്രം. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെക്കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ പൊതുവെ കൂടുതൽ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടാനാകില്ല. ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടിയവനാകും. പരാജയം എന്നത് വീണ്ടും ആരംഭിക്കാനുള്ള അവസരമാണ്. ഇത്തവണ കൂടുതൽ ബുദ്ധിപൂർവം പ്രവർത്തിക്കുക. സ്നേഹിക്കുന്നെങ്കിൽ ഇരുട്ടിനെ സ്നേഹിക്കുക. കാരണം ഒന്ന് കണ്ണടച്ചാൽ മതി, അത് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടുവാനും സാധിക്കും എന്നതാണ്. ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടണം എന്ന് പഠിപ്പിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.